നമസ്കാരം, കൊട്ടാരക്കരപ്പടിയിലേക്ക് സ്വാഗതം. പക്ഷിപ്പനി ബാധിത മേഖലകളിൽ കടുത്ത നിയന്ത്രണം ഏർപ്പെടുത്തി സർക്കാർ വിജ്ഞാപനം. ഡിസംബർ 31 വരെയാണ് നിയന്ത്രണം. സെപ്റ്റംബർ 2-നാണ് വിജ്ഞാപനം ഇറങ്ങിയത്. ആലപ്പുഴ, കോട്ടയം, പത്തനംതിട്ട, എറണാകുളം ജില്ലകളിലെ ചില പ്രദേശങ്ങളിൽ തുടർച്ചയായി പക്ഷിപ്പനി റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യത്തിലാണ് ഉത്തരവ്. ആലപ്പുഴ ജില്ല മുഴുവനായി നിയന്ത്രണമുണ്ട്. വൈറസ് വ്യാപനം തടയുകയാണ് ലക്ഷ്യം. നിയന്ത്രണ മേഖലയിലേക്ക് പക്ഷികളെയും കുഞ്ഞുങ്ങളെയും കൊണ്ടുപോകാനോ പാടില്ല. ഇപ്പോൾ ഈ പ്രദേശങ്ങളിലെ ഹാച്ചറികളിലുള്ള മുട്ടകൾ ശാസ്ത്രീയമായി നശിപ്പിക്കണം. അതിന് മുട്ടയൊന്നിന് 5 രൂപ നഷ്ടപരിഹാരം നൽകണം. ഇനിയൊരു ഉത്തരവുണ്ടാകുന്നതുവരെ ഹാച്ചറികളിൽ മുട്ട വിരിയിക്കാനും പാടില്ല. വിജ്ഞാപന തീയതിക്ക് ശേഷം മുട്ട വിരിയിക്കാൻ വെച്ചിട്ടുണ്ടെങ്കിൽ അവ നശിപ്പിക്കണം. അതിന് നഷ്ടപരിഹാരം ഉണ്ടാകില്ല. ഇപ്പോൾ പക്ഷികളില്ലാത്ത ഹാച്ചറികൾ ഇനിയൊരു ഉത്തരവുണ്ടാകുന്നതുവരെ അടച്ചിടുകയും വേണം. ഏപ്രിൽ പകുതിക്ക് ശേഷം 38 കേന്ദ്രങ്ങളിൽ പക്ഷിപ്പനി റിപ്പോർട്ട് ചെയ്തിരുന്നു. കാക്കകളിലും ദേശാടന പക്ഷികളിലും വരെ കണ്ടെത്തി. തുടർന്ന് കേന്ദ്ര സംഘം എത്തി സ്ഥിതി വിലയിരുത്തിയിരുന്നു. സംസ്ഥാന സർക്കാരും വിദഗ്ധ സമിതിയെ നിയോഗിച്ച് റിപ്പോർട്ട് തേടി. രോഗം ആവർത്തിക്കുന്നത് തടയാൻ കേന്ദ്ര സർക്കാർ നൽകിയ നിർദ്ദേശവും സംസ്ഥാന സമിതിയുടെ കണ്ടെത്തലും കണക്കിലെടുത്താണ് വിജ്ഞാപനം. പ്രഭവ കേന്ദ്രത്തിന് 1 കിലോമീറ്റർ ചുറ്റളവ് രോഗബാധിത മേഖലയെന്നും 10 കിലോമീറ്റർ നിരീക്ഷണ മേഖലയെന്നുമാണ് കണക്കാക്കുന്നത്. സംസ്ഥാനത്ത് 38 പ്രഭവ കേന്ദ്രങ്ങളുണ്ടെന്നാണ് കണക്കാക്കിയിരിക്കുന്നത്. ആലപ്പുഴ ജില്ല മൊത്തമായി ഇതിൽ ഉൾപ്പെടും. കോട്ടയം ജില്ലയിലെ വൈക്കം, ചങ്ങനാശ്ശേരി, കോട്ടയം താലൂക്കുകൾ, പത്തനംതിട്ടയിലെ തിരുവല്ല താലൂക്ക്, പള്ളിക്കൽ, തുമ്പമൺ പഞ്ചായത്തുകൾ, പന്തളം നഗരസഭ, അടൂർ താലൂക്ക്, ആറന്മുള, കോഴഞ്ചേരി, കുളനട, മല്ലപ്പുഴശ്ശേരി, മെഴുവേലി, കല്ലൂപ്പാറ, കുന്നന്താനം, മല്ലപ്പള്ളി, പുറമറ്റം പഞ്ചായത്തുകൾ, എറണാകുളം ജില്ലയിലെ ആമ്പല്ലൂർ, ഉദയംപേരൂർ, എടക്കാട്ടുവയൽ, ചെല്ലാനം പഞ്ചായത്തുകൾ എന്നിവ നിരീക്ഷണ മേഖലകളാണ്. 2025 മാർച്ച് വരെ പക്ഷിപ്പനി ബാധിത മേഖലകളിൽ പക്ഷി വളർത്തൽ നിരോധിക്കണമെന്ന് വിദഗ്ധ സമിതി ശുപാർശ ചെയ്തത് 3 മാസമായിട്ടും ഉത്തരവിറക്കിയിരുന്നില്ല. ഇതേ തുടർന്ന് പലയിടത്തും കോഴി, താറാവ് വളർത്തൽ പുനരാരംഭിച്ചിരുന്നു. ഗസ്റ്റ് വിജ്ഞാപനം നിലവിൽ വന്ന തീയതി മുതൽ പുതുതായി കോഴി, താറാവ് എന്നിവയെ വളർത്തിയാൽ നടപടിയുണ്ടാകും.